സ്മാർട്ട് മണി കോൺസെപ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. SMCനെ പറ്റി. SMC എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ് എന്ന് കൂടെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. സോ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ശക്തമായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു, എഗെയിൻ റീബൗണ്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ റീഗെയിൻ ചെയ്തിട്ട് ആ പൊസിഷനിൽ എത്തുമ്പോൾ അതേ ഡയറക്ഷനിലേക്ക്, അല്ലെങ്കിൽ ആദ്യം പുഷ് ചെയ്യപ്പെട്ട ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് ചലിച്ചേക്കാം എന്നുള്ളതേ SMC പറയുന്നുള്ളൂ. ഒരു ഉറപ്പുമില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിക്കോളുമെന്ന്. ഈ ഉറപ്പുണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഉറപ്പിനെ, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനെ പൈസയാക്കി എടുക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാണ്? മണി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ്. സോ എന്താണ് SMCയുടെ പ്രശ്നം? നമുക്കറിയാം, ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, ഇംബാലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, മൂവ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, എല്ലാം ശരിയാണ്, എല്ലാം വർക്ക് ചെയ്യുന്നതാണ്, എല്ലാം കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് എല്ലാ സമയത്തും മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒന്നാണോ? അല്ല. മാർക്കറ്റിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി കണ്ടീഷനാണിത്. മാർക്കറ്റിൽ എല്ലാ സമയത്തും സംഭവിക്കുന്നതല്ല, എക്സ്ട്രാ ഓർഡിനറി കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഇതിൽ ട്രേഡ് ഇല്ല. ഇനി അങ്ങനെ 1, 2, 3 ട്രേഡ് കിട്ടിയെന്ന് വിചാരിക്കാം. ചില സമയങ്ങളിൽ 1, 2 ട്രേഡ് ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ എന്താണ് ഇതുകൊണ്ടുള്ള പ്രശ്നം? ഈ ഫെയിൽ ആവുന്നത് കൊണ്ട് സെൽഫ് ഡൗട്ട് വരികയും ട്രേഡർ എക്സോസ്റ്റ് ആവുകയും ചെയ്യും. കാരണം ഇത് കണ്ടുപിടിക്കാൻ തന്നെ എടുക്കുന്ന സമയം, അതിനുശേഷം ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അവർ എടുക്കുന്ന സമയം, ഇതെല്ലാം ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ SMC ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. നമ്മുടെ ഈ പുതിയ സ്ട്രാറ്റജി SMC കസ്റ്റമൈസ്ഡ് ആണ്. സോ SMC ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ SMC ഫെയിലാണ് എന്നൊന്നുമല്ല. ആരുടെ സ്ട്രാറ്റജി മോശമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. SMCയിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇതാണ്. ട്രേഡുകൾ കോമൺ ആയിട്ടില്ല, അല്ലെങ്കിൽ ട്രേഡുകൾ വളരെ ദുർലഭമാണ്. ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചിലപ്പം നമ്മുടെ സ്മാർട്ട് മണി കോൺസെപ്റ്റിലെ ഫെയിലിയറുകൾ കാരണം, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത് കാരണം ആളുകൾ എക്സോസ്റ്റ് ആവാനും ട്രേഡിങ് ഒരു മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ എല്ലാം ഉള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് ഒരു മേജർ കണ്ടീഷനായിട്ട് നമ്മൾ പറയുന്നത്. ഇതിനുള്ള ഒരു എക്സാക്റ്റ് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മുടെ സ്ട്രാറ്റജി എല്ലാം ഡിഫറെൻ്റ് ആണ്, കസ്റ്റമൈസ്ഡ് ആണ്. SMC കസ്റ്റമൈസ്ഡും കൂടിയാണ്. SMC മോശമാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. അഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളൊരു സിസ്റ്റം റൺ ചെയ്യുന്നുണ്ട്, വളരെ പെർഫെക്റ്റ്ലി മണി മാനേജ് ചെയ്യാനും വളരെ പെർഫെക്റ്റ്ലി സ്ട്രാറ്റജി യൂസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം. സോ കീപ് ഫോളോയിങ് us ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം. കൂടുതൽ അന്വേഷണങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.